ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് വരും. മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഭർത്തുവിന് കമ്പനി കൊടുത്ത ഗിഫ്റ്റാണ് നമ്മൾ ഈ ഒരു മേക്ക് മൈ ട്രിപ്പിൻ്റെ വൗച്ചർ. അപ്പം അതിലാണ് 2 ഫാമിലി വന്നിട്ടുള്ളത്. നമ്മളെ ഫാമിലിയും ഭർത്തുവിൻ്റെ ഫ്രണ്ടും ഫാമിലി കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അവരെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് അറിയണ്ടേ. അപ്പം ഞാനും രുക്കുവാവും വെയിറ്റ് ചെയ്യാണ്. അപ്പം ഫുഡ് എടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രുക്കുവാവ ഈ ഒരു വൈറ്റ് ഇന്നറായിരുന്നു കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ ഫുൾ കറിയും ജാമൊക്കെ ആക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്താട്ടോ നക്ഷത്ര ഡിസൈൻസിൽ നിന്ന്. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മഷ്റൂം വടയോ അങ്ങനെ എന്തോ ആയിരുന്നു. അതേപോലെ നോർമൽ വട, ഇഡ്ഡലി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എക്സ്ട്രാ നമുക്കെന്തെങ്കിലും വേണം പറ്റിയില്ലെങ്കിൽ അവരതും ഉണ്ടാക്കി തരും. പക്ഷേ ഫുഡൊക്കെ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒന്നും പറയേണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സാമ്പാറൊക്കെ മധുരിക്കും ഗൈസ്. അവിടുത്തെ എവിടെ നിന്ന് കഴിച്ചത് നമുക്ക് ഫുള്ളൊരു മധുരമായിരുന്നു. ബാക്കി മസാലക്കറീസ്, ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ഒന്നല്ലേ, ഓക്കെ, അങ്ങനത്തെ മസാലക്കറീസൊക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്, എടുത്ത് പറയണം. അതേപോലെ റൊട്ടീസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡോൾഫിൻ ബീച്ചിലേക്കാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് അവിടേക്കായിരുന്നു. ഇവരെന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യാം. അന്നത്തെ ദിവസം നമുക്ക് ഡ്രൈവർ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ആൾ നമുക്ക് വേണ്ടത് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ അയച്ച് വെച്ച് ചെരുപ്പൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഷൂ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും ഷൂ അവിടെ അഴിച്ച് വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് വെള്ളം, ഉയരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വരും. ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. നമ്മളിപ്പം വാട്ടർ മെട്രോയിൽ കയറുന്ന സമയത്താണെങ്കിലും നോർമൽ നമ്മൾ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഷിപ്പിലും ബോട്ടിലൊക്കെ പോകുമല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം കേട്ടോ. ഇപ്രാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഭർത്തും മോളും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു അതിൽ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ കയറിയതാണ്. രുക്കുവാവയാണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളും, തൊപ്പിയിടേയില്ല. എത്ര പ്രാവശ്യം ക്യാപ്പ് എറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ക്യാപ്പും കൂളിംഗ് ഗ്ലാസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സൺഗ്ലാസ്സൊക്കെ രുക്കുവാവ് എറിയ പിന്നെയും പെറുക്കി വെക്കുക, എറിയുക, ഇതന്നെയായിരുന്നു പരിപാടി. ആൾക്ക് കുറച്ച് മണ്ണും മണലും കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നോളും. അങ്ങനെ നമുക്ക് ആകെയുള്ള 5 ഡോൾഫിനെയും നമ്മൾ കണ്ടിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. അത്യാവശ്യം ഈ ഒരു ഇത് 1/2 hour 45 minutesൻ്റെ അടുത്ത് 1 hourൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഫുൾ അവിടുത്തെ ഏരിയാസൊക്കെ കണ്ടു. നല്ലൊരു പാലസൊക്കെ കണ്ടു കേട്ടോ. നമുക്ക് ഒരു തവണയെങ്കിലും കയറി നോക്കാനൊക്കെ തോന്നും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പാലസ് കണ്ടിട്ടുണ്ടായിരുന്നു. പേരും കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഗൈസ്. കുറേയൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നത്. അത് മാത്രമല്ല, പിന്നെ കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ മനസ്സിൽ ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളുള്ളപ്പം ഇതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് എത്രയായാലും നടക്കില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളും കൂടി നമ്മൾ കൂടെ എക്സ്ട്രാ വേണം. ഇത് മാറി മാറി എടുക്കുമ്പോൾ തന്നെ ടയർഡാവും. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ പോവും. നമുക്ക് ഓൾറെഡി ടയർഡാണല്ലോ ട്രാവൽ ചെയ്ത് വന്ന്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആളും കുറച്ച് വാശി കാര്യങ്ങളൊക്കെ കാണിക്കുമ്പം നമ്മളും വെറീഡാവും. പിന്നെ നമ്മൾ നേരെ പോയത് ഫോർട്ടിലേക്കാണ്. അവിടെ ടിക്കറ്റ് എടുത്തു. പിന്നെ ഈ ഒരു മാംഗോൻ്റെ ഒരു സാധനവും കഴിച്ചു. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ രുക്കുവാവയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തിക്കുകയാണ് കേട്ടോ. അപ്പം ക്യാപ്പ് ഇട്ടിട്ട് ആൾ നടക്കുന്നേ ഇല്ല. ക്യാപ്പ് അഴിച്ച് കളയാം. അങ്ങനെ ലാസ്റ്റ് വേറെ നിവൃത്തിയില്ലാതെ ഒക്കെ തിരുത്തേണ്ട അവസ്ഥയായി. നടക്കുമ്പോഴേക്കും ക്യാപ്പ് എടുത്ത് കളയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി എടുത്ത്. രുക്കുവ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നത് എന്തിനാണെന്നറിയാം. ക്യാപ്പ് എടുത്ത് നല്ല എന്ത് വെയിലാണെന്നാണ് പറയേണ്ട, ഒടുക്കത്തെ വെയില, കറുത്ത് കരിങ്കുട്ടിയാവും. അപ്പം ഞാനും ഭർത്തും പറഞ്ഞു, മോളെ ക്യാപ്പ് ഇല്ല, ഇടൂല എന്ന് പറഞ്ഞപ്പം പപ്പ പിണങ്ങിപ്പോയി. അതിൻ്റെ സങ്കടമായിരുന്നു. അത് കുറേ നേരം പറഞ്ഞു. പപ്പ എന്നോട് പിണങ്ങി, പപ്പ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്ര തല്ലിയാലും പിടിച്ചാലും ചീത്ത പറഞ്ഞാലും അവയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പപ്പ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയ ആൾ സൈഡാവും, ആൾ കരയും. അതെന്താണെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കാണ് പപ്പ മോളാണ്. അങ്ങനെ വിക്രമാദിത്യനും വേതാളും കൂടി ഇങ്ങനെ പോവുകയാണ്. ഞാനാണെങ്കിൽ വെയിൽ സഹിക്കാൻ വയ്യാതെ 2ാമത്തെ കോട്ടും ഇട്ടു കേട്ടോ, സൺസ്ക്രീൻ. പിന്നെ ഭർത്തുവിൻ്റെ കമ്പനി സൺസ്ക്രീനാണ് ഇറക്കുന്നത് കൊണ്ട് സൺസ്ക്രീനിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത് വാരി പൊത്തി. പിന്നെയും നമ്മളിതാ നിങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ മാല വാങ്ങിച്ചിട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മാല. വൈറ്റിലേക്ക് അടിപൊളിയായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വൈറ്റിലേക്കും ബ്ലാക്കിലേക്കും രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേറൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എവിടെ പോയാലും സേവ്പൂരി, പാനിപ്പൂരി നിർബന്ധമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു.
പക്ഷെ നമ്മളെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും ഇല്ല ഗൈസ്. സത്യം പറയാലോ, എന്തോ ഒരു വെള്ളം കലക്കി തന്ന പോലെ ഉണ്ടായിരുന്നു. സാധാരണ നാട്ടിലാണെങ്കിൽ ഞാൻ 2-3 പ്ലേറ്റ് കഴിക്കുമായിരുന്നു. പക്ഷെ 3 കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഫസ്റ്റ് കഴിച്ചപ്പം വാവ് സൂപ്പർ എന്നൊക്കെ തോന്നി. പിന്നെ പിന്നെ ഒരു വസ്തുവിനും കൊള്ളില്ലായിരുന്നു. ആ ഒരു ഇത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ മൂഡൊക്കെ പോയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി നടന്ന് ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം കെട്ടണം എന്നുള്ളത്. എല്ലാവരുടെ ഹെയറിൽ ഇങ്ങനെ കാണുന്ന സമയത്ത്. അപ്പം ഒരു സൈഡിന് 100 റുപ്പീസ്, മറ്റേ സൈഡിനും 100 റുപ്പീസ്, അങ്ങനെ 200 റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ ചാർജ് ചെയ്തു. നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം കഴിക്കുകയാണെങ്കിൽ കഴിച്ചു എന്നെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതിങ്ങനെ പിന്നെ നമ്മൾ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാൻ പാടില്ലല്ലോ. പിന്നെ മാംഗോ, അതേപോലെ വാട്ടർമെലൺ അതൊക്കെ കഴിച്ചു. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫുഡൊക്കെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് ഒരു വലിയ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നതിലും ഭയങ്കര സംതൃപ്തിയാണ് ഇങ്ങനത്തെ എന്താ പറയുക ലൊട്ടിലൊടക്ക സാധനങ്ങളൊക്കെ, പുളിയച്ചാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രുക്കുവാൻ്റെ ഡ്രസ്സൊക്കെ അപ്പോഴേക്ക് ചേഞ്ച് ചെയ്തിട്ടോ, കാരണം ഫുൾ ചളി പിളി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയെടുത്ത് കസ്റ്റമർ സർവീസേ ഉണ്ടായിരുന്നില്ല. അവിടെ കയറി കുറച്ച് നേരം പോസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഫുഡ് പറഞ്ഞു. റൊട്ടി വിട്ടിട്ടുള്ള ഒരു കളിയില്ല ഗൈസ്. പിന്നെ ചിക്കനും അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ അടുത്തേക്ക് പോയിട്ടോ ഗൈസ്. എനിക്ക് നല്ല പേടിയുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ വേവ് വരുന്ന കാണുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നമുക്ക് പേടിയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. പക്ഷേ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, കാരണം നമ്മളെ പാക്കേജിൽ 1500 ഒരാൾക്ക് 5 റൈഡ് അങ്ങനെയാണ്. അപ്പം സിംഗിളായിട്ട് കിട്ടൂല എന്ന് പറഞ്ഞ ആ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സിംഗിൾ റൈഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാതെ കയറിയത്. ആ വേവ്സ് വരുമ്പോൾ കാണുമ്പോൾ ആ ഇത് പോകുന്നുണ്ട് ബോട്ട്. അപ്പം അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മുറുക്കി പിടിച്ച് കഴിഞ്ഞാൽ വീഴൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിക്കേണ്ട അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കയറ്റിയതാണ്. പക്ഷെ നിങ്ങൾ തന്നെ കാണും ആ വേവ്സ് വരുമ്പോൾ ഒന്ന് കൈ വിട്ട് പോയാൽ നിലത്തെത്തും, വെള്ളത്തിലെത്തും. വെള്ളത്തിൽ മുങ്ങി കുറച്ച് ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ കറങ്ങി 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 വരികയാണ്. ആ മുന്നിലിരിക്കുന്ന തുണിയില്ലാത്ത ലുട്ടാപ്പി ചതിയൻ, അവൻ കാരനാണ്. അവനങ്ങോട്ട് ചാടും, അവൻ്റെ കൂടെ ഞങ്ങളും പോവും. കുറേ ഉപ്പുവെള്ളം ഫസ്റ്റ് തന്നെ കുടിച്ച്. അങ്ങനെ എൻ്റെ വെള്ളത്തിനോടുള്ള പേടി കുറച്ചവിടെ മാറി. കാരണം നേരെ വീണെങ്കിൽ പോലും നമ്മൾ നിന്ന് തല പുറത്ത് വരുന്ന ലെവലിലായതുകൊണ്ട് കണ്ടോ ആ ചെക്കനിപ്പോൾ ചാടും, ഞങ്ങളിപ്പോൾ വെള്ളത്തിൽ പോകും ഗൈസ്. വെള്ളത്തിൽ പോയി. അയ്യോ താലേക്ക് ഇപ്പോഴും ശ്വാസം വിട്ടുന്നു. ഞാൻ നിന്നപ്പോൾ ഞാൻ കണ്ടോ എത്രയും ഭാഗം മാത്രമേ വെള്ളത്തിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ടെൻഷൻ അടിച്ചില്ല. പക്ഷെ ഭർത്തുവിനറിയാം എനിക്ക് പെട്ടെന്ന് ബോധം പോകുന്ന ആളാണ്. അതുകൊണ്ട് ഭർത്ത് ഓടി നീന്തിയൊക്കെ വന്നത്. നടന്നു വരാൻ പറ്റുന്നിടത്ത് നീന്തി വന്ന ഭർത്താവും. അങ്ങനെ എൻ്റെ പേടി കുറച്ചവിടെ കുറഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മൾ റൈഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പേടിയൊക്കെ മാറാൻ ഒന്ന് പോകുന്നത് നല്ലതാണ്. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് കയറിയത്. പക്ഷേ അത്യാവശ്യം റിലാക്സ് ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. തുപ്പിയാണ് വരുന്നത്. അങ്ങനെ കാരണം അത്യാവശ്യം നല്ലോണം ഉപ്പുവെള്ളം കുടിച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. അടുത്ത് നമ്മൾ പോകുന്നത് പാരാസെയിലിങ്ങിനാണ് കേട്ടോ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ ആദ്യം വേറൊരു ബോട്ടിൽ പോയിട്ട് വേറൊരു ബോട്ടിലേക്ക് കയറിയിട്ട് അതിൽ നിന്നാണ് പാരാസെയിലിംഗ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഫസ്റ്റ് തന്നെ വെള്ളത്തിൽ വീണുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല, ആരെങ്കിലുമൊക്കെ രക്ഷിക്കില്ലോ ആ ധൈര്യത്തിലായിരുന്നു. എനിക്ക് നനയുന്നതിന് പേടി. പിന്നെ ഇതാ ഞാൻ രണ്ടും കൽപ്പിച്ച് പോവാണ്. ഫസ്റ്റ് പുറത്ത് പോയി കാണിച്ചു തന്നിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇവർ വെള്ളത്തിലിടുന്നുണ്ട്. ഇത് ഭർത്ത് പ്രത്യേകം പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് ഗൈസ്. സീരിയസ് ആയിട്ട് പറയുകയാണ്, പൈസ കൊടുത്ത് ചെയ്യിച്ചതാണ്. ഭർത്ത് ഇതേപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ആദ്യം ഭർത്ത് പറഞ്ഞു വേണ്ട വെള്ളത്തിൽ ഇറക്കണ്ടാന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞപ്പോൾ ഇറക്കിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി ഗൈസ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറക്കുന്നൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരു ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ വെച്ച് ഞാൻ കയറിയില്ലെങ്കിൽ എനിക്ക് ശരിക്കും നഷ്ടമായിരുന്നു.
അങ്ങനെ ഞാൻ എന്താ താഴത്തേക്ക് നോക്കിയപ്പോൾ ഇവരൊക്കെ കുഞ്ഞായിട്ട് കാണാം. അത്യാവശ്യം ഉയരത്തിലുണ്ടായിരുന്നേ, പുറത്ത് സൂം ചെയ്തെടുത്തോണ്ടങ്ങ് കാണാത്തത്. ഇനിയിപ്പം ഇവർ പക വീട്ടുന്ന സമയമാണ്. പുറത്ത് കൊട്ടേഷൻ കൊടുത്താൽ തോന്നുന്നുണ്ട്. എന്നെ വെള്ളത്തിൽ 3-4 പ്രാവശ്യം അങ്ങോട്ട് മുക്കിയെടുത്തിട്ടുണ്ട് ഇവർ. കുറേ ഉപ്പുവെള്ളം ഞാൻ കുടിച്ചു ഗൈസ്. അതെന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ രസമായിരുന്നു. ഒന്ന് തൊടാൻ പറ്റുമെങ്കിൽ തൊടാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ കൈ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് മുകളിലെത്തിപ്പോവും. അതുകൊണ്ട് ഞാൻ കൈ വിടാനുള്ള സാഹചര്യത കാണിച്ചില്ല. അങ്ങനെ ഇതാ അവിടെ കൊണ്ട് എത്തിയപ്പോൾ തന്നെ ശരിക്കും കിളി പോയ പോലെയായിരുന്നു കേട്ടോ. നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇളകുക, അത്രയും ടെൻഷനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത റൈഡിന് പോവാണ്. അതിൻ്റെ പേര് സത്യമായിട്ട് എനിക്ക് മറന്നുപോയി ഗൈസ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ കെട്ടുന്ന കാലിട്ടടിക്കുന്ന പോലെ തോന്നും. ചെക്കന്മാർ പിടിച്ചെന്നെ വെള്ളത്തിലേക്ക് അതിലേക്ക് തള്ളിയിടുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ തിര വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ച് അവിടെ കിടക്കും. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടി പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. പക്ഷെ കൈ വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലും പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആ ഒരു സമയം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റത്തെ ആ പേടി ആ വെള്ളത്തിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി റൈഡുകളൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഇനിയും ഇങ്ങനെ പോയാലോ എന്നുള്ള നമുക്കൊരു ഇത് വരുമല്ലോ, അങ്ങനെ തോന്നിപ്പോയിട്ടോ. ഈ ഗോവയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയവും എക്സ്പീരിയൻസും ആയിരുന്നു. പിന്നെ ഞാൻ അതിന്ന് സമാധാനപരമായിട്ട് ഇറങ്ങി. ബെൽറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും. പിന്നെ അടുത്ത് നമുക്ക് ഈ ഒരു ബൈക്ക് റൈഡാണ്. അപ്പോൾ ഇതാ ഭർത്തു പോവാണ്. ഫസ്റ്റ് ഭർത്തുവാണ് കേട്ടോ പോകുന്നത്. ഭർത്തുവാണ് എനിക്ക് ധൈര്യം തരുന്നത്. ബസ് പോയിട്ട് ഒരു കുഴപ്പമില്ല, ഈ വാ അങ്ങോട്ട് എന്നുള്ള ലെവലിലാണ് ഭർത്തു പറയുക. ഇതൊക്കെ ചെയ്തില്ലേ പിന്നെ എന്താ, ഭർത്തു ധൈര്യം തന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ ഇതാ ഭർത്തുവിൻ്റെ കൂടെ അയാളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഭർത്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസം. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഡയറക്റ്റ് ഇങ്ങനെ പോകാനും ഇങ്ങനെ കയറാൻ പറ്റും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഗൈസ്. കാരണം എനിക്കിത് കണ്ടു നിൽക്കാനും കയറാനുള്ള ധൈര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അങ്ങനെ ഇതാ ഭർത്തു പോവുകയാണ്. ഭർത്തു ഇങ്ങനെ പറഞ്ഞു കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ഒരുപോലെയായിരുന്നു. കാരണം ലേറ്റ് ആയതുകൊണ്ടായിരിക്കണം മേ ബി. ഇതിന് മുന്നേ 2 ആൾക്കാർ പോയത് അത്യാവശ്യം കുറച്ചും കൂടി ലോങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഞാൻ സൂം ചെയ്തെടുക്കുന്നുണ്ട്, അത്യാവശ്യം ഒരു ദൂരത്ത് പോയിട്ട് തിരിച്ച് വരിക ഉണ്ടായിരുന്നത്. പക്ഷേ ഭർത്തും പറഞ്ഞു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭർത്തുവിനും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം അടുത്തത് ഞാനാണ്. അപ്പം ഭർത്തു ഇപ്പം ഇങ്ങനെ ഓടി വരും. എന്തിനാണ് ഓടി വരുന്നതെന്ന് അറിയോ? എൻ്റെ വീഡിയോ എടുക്കാനാണ്. ഭർത്തു ഇറങ്ങുന്നു, ഓടുന്നു, എന്നിട്ട് ഫോൺ വാങ്ങിക്കുന്നു. അയ്യോ ഇപ്പം വീണേനെ ഗൈസ്. അങ്ങനെ ഇതാ ഭർത്തു ഫോണിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഓടും ഗൈസ് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി. ഭർത്തു ഓടി വരും. എന്നെ കയറ്റി ഇരുത്തി ഇനി ഇതാ വീഡിയോ എടുക്കാൻ ഓട്. എവിടെ ഓടുന്നു? ഓടിക്കോടിങ്ങോട്ട്. ഓടി. അതാ ഇതാ ഓട്ടം കണ്ടോ ഗൈസ്, ലുക്കുവാ ഓടുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടനും ഞാനും അങ്ങനെ ഇതാ പോവുകയാണ് ഗൈസ്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ശരിക്ക് എന്താ പറയുക, വേറൊരു ലോകത്തെത്തിയ പോലെ തന്നെയായിരുന്നു കേട്ടോ അത്. കാരണം നമ്മളിങ്ങനെ വേവ് അടിക്കുന്നതൊക്കെ നമ്മൾ കാലിലിങ്ങനെ തട്ടി അറിയുന്നുണ്ട്. പിന്നെ ആ ഒരു ക്ലൈമറ്റും ആ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ചും കൂടി ദൂരത്ത് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നടക്കുന്നില്ല. നെക്സ്റ്റ് ടൈം ഒരു അവസരം കിട്ടി ഞാൻ എന്തായാലും പോവും. പിന്നെ അശ്വിനേട്ടനും വൈഫും പോവുകയാണ്. അങ്ങനെ അവരും ഫസ്റ്റ് തന്നെ അവർ കയറി വേവ് വന്നിട്ട് വീഴാട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ടൈമാണ് അവർ നല്ലോണം പോയത്. അവർ പോവാണ്, ചാറ്റൊക്കെ തന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും റൈഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ ലൈറ്റായിട്ട് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ